ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1,06,000-ലധികം ഭക്തർ ദർശനം നടത്തി. ഈ സീസണിൽ ഏറ്റവും അധികം ഭക്തരെത്തിയതും ഇന്നലെയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച് ഇന്നലെ വരെ 30,87,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 26,41,000-ലധികം പേരാണ് എത്തിയത്. അതായത് 4,45,000-ലധികം ഭക്തർ അധികമായി എത്തി. കഴിഞ്ഞ പ്രാവശ്യം ദർശനത്തിന് എത്തിയത് 26,41,000 ആയി. ഇപ്രാവശ്യം എത്തിയത് 30,87,000 ആണ്. നാളിതുവരെ ഇന്നലെ 30 ദിവസം പൂർത്തിയാകുമ്പോൾ 4,45,000 പേർ അധികമായി എത്തി. ഇന്നും സന്നിധാനത്ത് ഭക്തരുടെ നീണ്ട നിരയാണ്. പമ്പ മുതൽ നിയന്ത്രണങ്ങളുണ്ട്. പമ്പ പോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ആനക്കൂട്ടിലോട്ട് തിരക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 12 മണിക്ക് പമ്പ വന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ 1:30-ക്ക് മല കയറി തുടങ്ങിയിട്ട് ഞങ്ങൾ 6:30 കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എരുമേലി വന്നിട്ട് അവിടെ വണ്ടി അവിടെ വരെ പിടിക്കത്തുള്ളൂ കാറൊക്കെ. അത് ഞങ്ങൾക്ക് ബസ്സിനകത്ത് കയറി വരുന്ന വലിയ ബുദ്ധിമുട്ടുകളാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ബസ്സിനകത്ത് വരുന്നത്. KSRTC ഒക്കെ മൊത്തം ഇടിച്ചു കയറ്റി ആളെ കൊണ്ടുവരുന്നത്. ഒരു നിർത്തിയിരിക്കുന്ന അത് കൊണ്ടുവരുന്ന പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇരുത്തി കൊണ്ടുവരുന്ന പറഞ്ഞാണ്, ഇപ്പൊ നിർത്തിയാ കൊണ്ടുവരുന്നത്. തങ്കാങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡലപൂജാ ദിവസമായ ഡിസംബർ 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുക. ഈ 2 ദിവസങ്ങളിലും 5,000 വീതം തീർത്ഥാടകർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ലഭിക്കുക. എന്നാൽ മണ്ഡലപൂജാ ദിവസം എത്തുന്ന ഭക്തരെ ആരെയും തിരിച്ചയക്കില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.